Good morning. Here we are going to discuss the last chapter in financial management, that is working capital management. We know financial management consists of four important decisions, that is capital budgeting decisions, financing decision, dividend decision, and working capital management decision. Working capital management decisions relate to the management of working capital, that is the capital or fund required for the day-to-day operations of the business. First of all, let us have a look into the meaning of working capital. Working capital is the capital required for the day-to-day running of any business. അതായത് ഒരു ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാവാം, സാലറി കൊടുക്കുന്നതിനാവാം, റെൻറ്റ്, അഡ്വർടൈസ്മെൻറ്റ്, ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, ഫ്യൂവൽ ചാർജസ്, അങ്ങനെ പല ഉള്ള ഡെയിലി എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എമൗണ്ടിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. The amount goes on circulating or revolving from cash to current asset and current assets to cash. അതായത് ഒരു ട്രാൻസ്ഫോമിങ് അസറ്റ്, അതായത് ക്യാഷിൽ നിന്ന് കറണ്ട് അസറ്റ് ആയിട്ടും പിന്നീട് അത് കറണ്ട് അസറ്റിനെ വീണ്ടും ക്യാഷ് ആയിട്ടും അങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റലിന് മറ്റു പല ഓൾട്ടർനേറ്റീവ് നെയിംസും പറയാറുണ്ട്, ലൈക്ക് സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ or revolving capital or floating capital or liquid capital. അതിന് നമ്മൾ ഓപ്പറേറ്റിംഗ് ക്യാപിറ്റൽ എന്ന് പറയാറുണ്ട്. അതായത് ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് ആവശ്യമായ ക്യാപിറ്റലാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ മീനിങ് പഠിച്ചിട്ടുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ എക്സസ് ഓഫ് കറണ്ട് അസറ്റ്സ് ഓവർ കറണ്ട് ലയബിലിറ്റീസ് എന്നുള്ളതാണ്. അതായത് കറണ്ട് ലയബിലിറ്റീസിനേക്കാൾ കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്, അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത് തന്നെ രണ്ട് കോൺസെപ്റ്റുകളുണ്ട്, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ട്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ട്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ്. ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ടോട്ടൽ കറണ്ട് അസറ്റ്സിനെയാണ് നമ്മൾ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ഓഫ് കറണ്ട് അസറ്റ്സ് ഓവർ കറണ്ട് ലയബിലിറ്റീസ്. Next is nature of working capital ആണ്. As we know, working capital is the capital which is required for the day-to-day working of an enterprise. It is the amount invested in current assets. അതായത് നമുക്കറിയാം കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം അസറ്റ്സ് ആണ്. ഷോർട്ട് ടേം അസറ്റ്സിലെ ഇൻവെസ്റ്റ്മെന്റിനെയാണ് നമ്മൾ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. Then the investment in each of the current asset varies from day to day or on a daily basis. അതായത് ഓരോ ദിവസവും നമുക്ക് ആവശ്യമുള്ള കറണ്ട് അസറ്റിന്റെ എമൗണ്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി എക്സ്പെൻസിന് ചേഞ്ചസ് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ മാനേജിങ് ഓഫ് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻ എ ഫേം ഡിറ്റർമിൻസ് ഇറ്റ്സ് ലിക്വിഡിറ്റി പൊസിഷൻ. അതായത് ഓരോ ഫേമിൻ്റെയും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. ചില ഫേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് വർക്കിംഗ് ക്യാപിറ്റൽ, ഡേ ടു ഡേ എക്സ്പെൻസസ് ഒരുപാട് കൂടുതലായിട്ട് വരുന്ന ഫേംസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ട്രേഡിംഗ് കൺസേൺസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഫിക്സഡ് അസറ്റ്സിനേക്കാൾ കൂടുതലായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ആയിരിക്കും ആവശ്യമായിട്ട് വരിക. മാനുഫാക്ചറിങ് കൺസേൺസ് ഒക്കെ ആണെങ്കിൽ അവിടെ ഫിക്സഡ് അസറ്റ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. Then the working capital requirements are financed through short-term sources. However, a part of it may be financed through long-term sources. Usual cases il nammal working capital ennu parayumbo relating to current assets and current liabilities aanu kooduthal nammal short-term sources aanu depend cheyyunnathu. But still ചില കേസിൽ എന്ത് വേണ്ടി വരും, ഒരു ഫിക്സഡ് ക്യാപിറ്റൽ നമ്മൾ കറണ്ട് അസറ്റ്സ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ടതായിട്ട് വരും. Then working capital management involves cash management, receivables management, payables management and inventory management. Next point, current assets are interrelated to each other. അതായത് നമുക്കറിയാം ഇപ്പം നമ്മൾ സ്റ്റോക്ക് കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിനനുസരിച്ച് നമ്മൾ ക്യാഷ് പേ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ ക്രെഡിറ്റേഴ്സ് ഇൻക്രീസ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതനുസരിച്ച് നമ്മുടെ ക്യാഷ് പൊസിഷൻ ഡിക്രീസ് ചെയ്യും. അപ്പോൾ എല്ലാ കറണ്ട് അസറ്റ്സും തമ്മിൽ ഇന്റർ റിലേറ്റഡ് ആണ്.
ഒരു കറണ്ട് അസറ്റിനെ റിലേറ്റ് ചെയ്യുന്ന ഡിസിഷൻ എടുക്കുമ്പോൾ അത് മറ്റ് അസറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. Next point, there are two major concepts of working capital, namely gross concept and net concept. Next topic, components of working capital ആണ്. നമുക്കറിയാം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് കറണ്ട് അസറ്റ്സ് ഓവർ കറണ്ട് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ ഇതിൽ കറണ്ട് അസറ്റ് എന്താണ്, കറണ്ട് ലയബിലിറ്റീസ് എന്താണെന്നുള്ളത് നോക്കാം. കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് ആർ ദോസ് അസറ്റ്സ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഇൻ ദ നോർമൽ കോഴ്സ് ഓഫ് ആക്ടിവിറ്റി. അതായത് നോർമൽ ബിസിനസ്സിൽ ഈസിലി നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റ്സിനെ അല്ലെങ്കിൽ ലെസ് ദാൻ 1 year ഡ്യൂറേഷനുള്ള അസറ്റ്സിനെയാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് ലയബിലിറ്റീസ് വിച്ച് ആർ റീപേയബിൾ ഡ്യൂറിങ് ഷോർട്ട് പീരീഡ് യൂഷ്വലി വിത്തിൻ എ ഇയർ. അതായത് ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ മീറ്റ് ചെയ്യേണ്ട ലയബിലിറ്റീസിനെയാണ് നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. കറണ്ട് അസറ്റ്സിന്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ബാങ്ക് ബാലൻസ്, ക്യാഷ് പൊസിഷൻ, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ഡെറ്റേഴ്സ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് എക്സെട്ര. കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, ബിൽസ് പേയബിൾ, സൺഡ്രി ക്രെഡിറ്റേഴ്സ് എക്സെട്ര. നെക്സ്റ്റ് പറയുന്നത് കോൺസെപ്റ്റ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. രണ്ട് കോൺസെപ്റ്റുകൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഗ്രോസ് കോൺസെപ്റ്റും അതുപോലെ തന്നെ നെറ്റ് കോൺസെപ്റ്റും ആണുള്ളത്. അക്കോർഡിംഗ് ടു ഗ്രോസ് കോൺസെപ്റ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് ഫണ്ട്സ് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസറ്റ്. അതായത് ടോട്ടൽ കറണ്ട് അസറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെറ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, നെറ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു, അതായത് വർക്കിംഗ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ഓഫ് കറണ്ട് അസറ്റ്സ് ഓവർ കറണ്ട് ലയബിലിറ്റി. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്വാളിറ്റേറ്റീവ് കോൺസെപ്റ്റ് ബിക്കോസ് അവിടെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും തമ്മിലുള്ള റിലേഷൻ ആണ്. ഇനി നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. നമ്മൾ പറഞ്ഞു വർക്കിംഗ് ക്യാപിറ്റൽ ഓർ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ എക്സസ് ഓഫ് കറണ്ട് അസറ്റ്സ് ഓവർ കറണ്ട് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ ഇൻ കേസ് കറണ്ട് അസറ്റ്സ് കൂടുതലും കറണ്ട് ലയബിലിറ്റീസ് കുറവാണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. ഇനി കറണ്ട് അസറ്റ്സ് കുറവാണ്, സപ്പോസ് കറണ്ട് അസറ്റ്സിന്റെ എമൗണ്ട് 50,000 കറണ്ട് ലയബിലിറ്റീസ് 60,000 ആണെങ്കിൽ അവിടെ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ നെഗറ്റീവ് ആണ്. 10,000 നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ആയിരിക്കും. Then net working capital concept has the following advantages. അതായത് നമ്മൾ ഗ്രോസ് കോൺസെപ്റ്റിനേക്കാളും കൂടുതലായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ പ്രിഫർ ചെയ്യുന്ന കോൺസെപ്റ്റ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ബിക്കോസ് ഇറ്റ് മെഷേഴ്സ് ദ ഫേംസ് ലിക്വിഡിറ്റി. It enables the creditors and investors to assess the short-term solvency of the firm. അതായത് നമുക്ക് ഫേമിന്റെ സോൾവൻസി പൊസിഷൻ അറിയാനായിട്ട്, ഷോർട്ട് ടേം സോൾവൻസി അറിയാനായിട്ട് കുറച്ചുകൂടെ നല്ല കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആയ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. Then it indicates the extent to which working capital can be financed with the long-term funds. Then it is an indicator of financial soundness of an enterprise. അതായത് കമ്പാരിറ്റീവ്ലി ബെറ്റർ പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ഉള്ള ഫേം ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്താ ഫിനാൻഷ്യലി സൗണ്ട് ആണ് എന്നുള്ളതൊന്ന് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് പറയുന്നത് ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. വർക്കിംഗ് ക്യാപിറ്റലിനെ നമ്മൾ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ് ഫസ്റ്റ് വൺ. There is always a minimum amount of working capital which is continuously required by the enterprise to carry out its normal business operation. അതായത് നമ്മൾ പറഞ്ഞു വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫേമിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിൽ തന്നെ നമുക്ക് റെഗുലർ ബേസിൽ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് നമ്മൾ ഇൻകർ ചെയ്യേണ്ടതായി വരുന്ന ചില എക്സ്പെൻസസ് ഉണ്ടായിരിക്കും. ഇപ്പൊ സാലറി അല്ലെങ്കിൽ റെന്റ്, അതുപോലെ ഇലക്ട്രിസിറ്റി, വാട്ടർ ചാർജസ്, അപ്പൊ അങ്ങനെയുള്ള ഇൻഷുറൻസ്, അതുപോലുള്ള ചില പെർമനൻ്റ്ലി അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പേ ചെയ്യേണ്ടി വരുന്ന അല്ലെങ്കിൽ ഇൻകർ ചെയ്യേണ്ടി വരുന്ന ചില എക്സ്പെൻസസ് അല്ലെങ്കിൽ എമൗണ്ട്സ് ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ പെർമനന്റ് ഓർ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഹാർഡ് കോർ എലമെന്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാറുണ്ട്. ഇറ്റ് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ടു എൻഷുർ effective utilization of fixed asset and support the normal operation of the business. അതായത് നമ്മൾ ഫിക്സഡ് അസറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ട് കാര്യമില്ല, അത് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ ഷോർട്ട് ടേം ക്യാപിറ്റൽ നമുക്ക് വേണം. അതുപോലെ തന്നെ ബിസിനസിന്റെ ഫംഗ്ഷനിങ് സ്മൂത്ത് ആയിട്ട് പോകുന്നതിന് വേണ്ട ആ ഒരു ക്യാപിറ്റലിനെയാണ് നമ്മൾ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. It is that part of capital which is permanently blocked in current assets.
അതിന് നമ്മൾ വീണ്ടും മൂന്നായിട്ട് പറയുന്നുണ്ട്. ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ, റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് കുഷ്യൻ വർക്കിംഗ് ക്യാപിറ്റൽ. അതിൽ ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ദ വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് ഈസ് നീഡഡ് ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് ബിസിനസ്. അതായത് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് കമൻസ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലിനെയാണ് ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ഇറ്റ് ഈസ് ദ എമൗണ്ട് നീഡഡ് ഫോർ കണ്ടിന്യൂസ് ഓപ്പറേഷൻ ഓഫ് ദി ബിസിനസ്. അതായത് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ദെൻ അതിൻ്റെ കണ്ടിന്യൂസ് ഫങ്ഷനിങ്ങിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലാണ് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. The third one in permanent working capital എന്ന് പറയുന്നത് റിസർവ് മാർജിൻ ഓർ കുഷ്യൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. That is the excess of working capital over the regular working capital that should be kept in reserve for contingencies that may arise at any time. അതായത് നമ്മളിപ്പോൾ പറയാറുണ്ടല്ലോ കണ്ടിൻജൻസി എന്ന് പറയാറുണ്ട്. അതായത് എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ ബിസിനസ്സിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് കുഷ്യൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. These contingencies may be rising prices, business depression, strike, special operations. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആവാം. അപ്പോൾ അത് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റലാണ് റിസർവ് മാർജിൻ ഓർ കുഷ്യൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് നമ്മൾ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് വേരീസ് വിത്ത് വോള്യൂം ഓഫ് ബിസിനസ്. അതായത് ബിസിനസ് വലുതാവുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്ന ക്യാപിറ്റലാണ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സീസണൽ വർക്കിംഗ് ക്യാപിറ്റലും അതുപോലെ തന്നെ സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റലും ആണ്. സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സീസൺസ് വരുമ്പോൾ, ഇപ്പോൾ ഓണം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അംബ്രല്ല മേക്കിംഗ് ഫേം ആണെങ്കിൽ അവർക്ക് റെയിനി സീസൺ ആണ്. അപ്പോൾ ആ സീസൺ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് വേണ്ടി വരും, കൂടുതൽ പ്രൊഡക്ഷനൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടി വരുന്ന വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് സീസണൽ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന വർക്കിംഗ് ക്യാപിറ്റലാണ് സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അതായത് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻസ്, ഇപ്പോൾ ബിസിനസ് വല്ല സ്പെഷ്യൽ സെയിൽസ് ക്യാമ്പയിൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫിനാൻസിങ് സ്ലോ മൂവിങ് സ്റ്റോക്ക്, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സിറ്റുവേഷനെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാപിറ്റലാണ് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ താഴെ നോക്കിയാൽ നിങ്ങൾക്ക് രണ്ട് ഡയഗ്രാംസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ അവർ പെർമനന്റ് ഓർ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റലും അതുപോലെ തന്നെ ടെമ്പററി ഓർ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലും കാണിക്കുന്നുണ്ട്. രണ്ട് കേസിൽ, അതായത് ഫസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ അവിടെ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ അത് കോൺസ്റ്റന്റ് ആണ്. വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലിൽ മാത്രമാണ് ചേഞ്ചസ് സംഭവിക്കുന്നത്. വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ ചില സമയത്ത് കൂടുന്നുണ്ട്, കുറയുന്നുണ്ട്, വീണ്ടും കൂടുന്നുണ്ട്. അപ്പം അതിൽ എല്ലാ സമയത്തും അല്ലെങ്കിൽ ടൈമിനനുസരിച്ച് അതിൽ വേരിയേഷൻസ് സംഭവിക്കുന്നുണ്ട്. സെക്കൻഡ് ഗ്രാഫിൽ നോക്കിയാൽ കാണാൻ പറ്റും അവിടെ പെർമനന്റ് ഓർ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റലിലും ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട്, വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലിലും ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. സെക്കൻഡ് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അത് എന്താണ്, ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു, അവർ മീറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ അവർ കീപ്പ് ചെയ്യേണ്ട ആ ഒരു ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റലിലും ഇൻക്രീസ് സംഭവിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ഇവിടെ കമ്പയർ ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ജസ്റ്റ് ലൈക്ക് ഹേർട്ട് ഓഫ് ബിസിനസ് എന്നുള്ളതാണ്. If heart is weak, it cannot pump blood and human beings cannot work and survive for long. അതേപോലെ തന്നെ ഒരു ബിസിനസ്സിന് വർക്കിംഗ് ക്യാപിറ്റൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പ്രോപ്പർ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റ് ഓപ്പറേഷൻസ് ഒന്നും നമുക്ക് ക്യാരി ചെയ്യാനോ അല്ലെങ്കിൽ ബിസിനസ് സ്മൂത്ത് ആയിട്ട് പോകാനോ സാധിക്കില്ല. അതുപോലെ തന്നെ പറയുന്നത് എക്സസീവ് ഓർ ഇനാഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ രണ്ടും ബിസിനസ്സിന് ഹാംഫുൾ ആയ സിറ്റുവേഷൻ ആണ്. എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അൺനെസസറി ബ്ലോക്കിംഗ് ഓഫ് ഫണ്ട്സിനൊക്കെ കാരണമാവും. അതേപോലെ ഡെഫിഷ്യൻസി ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇനാഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റിക്വയർമെന്റ്സ് ഒന്നും കറക്റ്റായിട്ട് മീറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ എപ്പോഴും അവിടുത്തെ ഫിനാൻസ് മാനേജർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ബിസിനസ്സിന് ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എപ്പോഴും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കണം.
ഫിക്സ്ഡ് അസറ്റിന്റെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അങ്ങനെ ഒരു റിക്കറിങ് നേച്ചർ അല്ല. അതായത് ഒരിക്കൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് ചിന്തിക്കുകയേ വേണ്ട. പക്ഷേ നമുക്കത് ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫിക്സ്ഡ് അസറ്റ്സ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ആവശ്യമുണ്ട്? വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വർക്കിംഗ് ക്യാപിറ്റൽ ഷുഡ് ബി നൈദർ ടു ലാർജ് ഓർ നോർ ടു സ്മോൾ. ഒരുപാട് കൂടാനോ അല്ലെങ്കിൽ ഒരുപാട് കുറയാനോ പാടില്ല. ഇറ്റ് മസ്റ്റ് ബി ആഡിക്വേറ്റ് ഫോർ ദ റണ്ണിങ് ഓഫ് ദ ബിസിനസ്. It is said inadequate working capital is disastrous, whereas redundant working capital is a criminal waste. അതായത് രണ്ടും എത്രമാത്രം ഡേഞ്ചറസ് ആണ് എന്നുള്ളതാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് ഡേഞ്ചേഴ്സ് ഓഫ് ഡെഫിഷ്യൻസി ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. നമ്മൾ പറഞ്ഞു ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ഇനാഡിക്വസി ആണ്. നമ്മുടെ ബിസിനസ്സിന്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ മാത്രം വർക്കിംഗ് ക്യാപിറ്റൽ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സിറ്റുവേഷനെയാണ് നമ്മൾ ഡെഫിഷ്യൻസി ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു വർക്കിംഗ് ക്യാപിറ്റലിന്റെ എമൗണ്ട് എക്സസ് ആണെന്നുണ്ടെങ്കിലും ഇനാഡിക്വേറ്റ് ആണെന്നുണ്ടെങ്കിലും രണ്ടും ഒരേപോലെ അഡ്വേഴ്സ് ആണെന്ന് പറഞ്ഞു. എന്നാലും നമ്മുടെ ബിസിനസ്സിന് അത് കുറച്ചുകൂടെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർ ചെയ്യുന്നതിനേക്കാളും കുറഞ്ഞു പോയി കഴിഞ്ഞാലാണ്. അപ്പോൾ ഫോളോയിങ് ആർ ദ ഡേഞ്ചേഴ്സ് ഓഫ് ഡെഫിഷ്യൻസി ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇറ്റ് മേ ലീഡ് ടു ബിസിനസ് ഫെയിലിയർ. അതായത് നമ്മുടെ കയ്യിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമ്മുടെ റിക്വയർമെന്റ്സ് ഒന്നും മീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് അൾട്ടിമേറ്റ് ബിസിനസ് ഫെയിലിയറിലേക്കാണ് കാരണമാവുന്നത്. ദെൻ ദ ഫേം കനോട്ട് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഓർ അഡാപ്റ്റ് ടു ചേഞ്ചസ്. അതായത് പുതിയ എന്തെങ്കിലും സിറ്റുവേഷൻസ് വരികയാണ്, പുതിയ എന്തെങ്കിലും ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യുന്നതിനും ഈ ഡെഫിഷ്യൻസി സഹായിക്കില്ല. ട്രേഡ് ഡിസ്കൗണ്ട്സ് വിൽ ബി ലോസ്റ്റ്. അതായത് നമുക്കറിയാം ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്തൊക്കെ ഇമ്മീഡിയറ്റ് ക്യാഷ് പേയ്മെന്റ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ഓഫർ ചെയ്യുന്ന ഡിസ്കൗണ്ട് ആണ്. പക്ഷേ നമ്മുടെ കയ്യിൽ കൊടുക്കാൻ ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ട്രേഡ് ഡിസ്കൗണ്ടും അവൈൽ ചെയ്യാനായിട്ട് പറ്റില്ല. ക്യാഷ് ഡിസ്കൗണ്ട്സ് വിൽ ബി ലോസ്റ്റ്. ക്യാഷ് ഡിസ്കൗണ്ട്സ് എന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മൾ ഡെറ്റേഴ്സിനൊക്കെ പേ ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റേഴ്സിനൊക്കെ പേ ചെയ്യുന്ന സമയത്ത് നമുക്ക് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ഓഫർ ചെയ്യുന്നതുകൊണ്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ദെൻ ഫിനാൻഷ്യൽ റെപ്യൂട്ടേഷൻ ഈസ് ലോസ്റ്റ്. അതായത് നമുക്ക് നമ്മൾ പറയുന്ന പേയ്മെന്റ്സ് ഓൺ ടൈം കൊടുക്കാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ റെപ്യൂട്ടേഷനും നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ക്രെഡിറ്റേഴ്സ് മേ അപ്ലൈ ടു കോർട്ട് ഫോർ വൈൻഡിങ് അപ്പ്. അതായത് കണ്ടിന്യൂസ്ലി ക്രെഡിറ്റേഴ്സിനൊന്നും പേയ്മെന്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ കോടതിയിലേക്ക് അപ്രോച്ച് ചെയ്യും കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ദെൻ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഫാൾസ്. ഇറ്റ് എഫക്ട് ഡിവിഡൻഡ് പോളിസി അഡ്വേഴ്സ്ലി. ദ കമ്പനി കനോട്ട് യൂട്ടിലൈസ് ഇറ്റ്സ് ഫിക്സഡ് അസറ്റ്സ് പ്രോപ്പർലി. നമ്മൾ പറഞ്ഞു എന്താണ് ഫിക്സഡ് അസറ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിലും അതിനെ മാനേജ് ചെയ്യുന്നതിന് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്നുള്ളത്. നെക്സ്റ്റ് പറയുന്നത് ഡേഞ്ചേഴ്സ് ഓഫ് എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അതായത് ഫേം റിക്വയർ ചെയ്യുന്നതിനേക്കാളും വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുവഴി എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടാവുക എന്നുള്ളതാണ്. എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് ഐഡിൽ ഫണ്ട് വിച്ച് ഗീവ്സ് നോ പ്രോഫിറ്റ്, ദസ് റേറ്റ് ഓഫ് റിട്ടേൺ ഫോൾസ്. അതായത് ഓവർ ക്യാപിറ്റലൈസേഷൻ ഒക്കെ ഉണ്ടാവുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് കൂടുതലാണ് പക്ഷെ നമ്മുടെ റിട്ടേൺ കുറവാണ്. Then the value of shares may fall due to lower rate of return on investment. Efficiency of management may deteriorate. അതായത് മാനേജ്മെന്റ് എഫിഷ്യൻസി തന്നെ കുറയുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അത് കുറയുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നത്. ഇറ്റ് മേ എൻകറേജ് സ്പെക്യുലേഷൻ. ലിബറൽ ഡിവിഡൻഡ് പോളിസി മേ ബി എൻകറേജ്ഡ്. അതായത് നമ്മുടെ കയ്യിൽ ഫണ്ട് എക്സസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരും, അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് മറ്റു പല ഓപ്ഷൻസ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. Inefficiency may be encouraged. There may be increased waste and loss due to bad debt. Then പറയുന്നത് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റ് ആണ്. അതായത് the working capital is required because the time gap between sale and their actual realization of cash. This time gap is technically termed as operating cycle of the business. അതായത് നമ്മൾ മെറ്റീരിയൽസ് വാങ്ങിയിട്ട് അതിനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി സെയിൽ ചെയ്ത് അത് ക്യാഷ് ആക്കി റിയലൈസ് ചെയ്യാൻ എടുക്കുന്ന ടൈം, അതിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. The operating cycle is the period of time which a firm requires to manufacture and sell the product and collect cash. അതായത് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് നമ്മൾ സ്പെൻഡ് ചെയ്തുകൊണ്ട് റോ മെറ്റീരിയൽസ് വാങ്ങി അത് വെച്ച് പ്രൊഡക്ഷൻ നടത്തി വീണ്ടും നമ്മൾ അതിനെ സെയിൽ ചെയ്ത് ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാൻ എടുക്കുന്ന ആ ടൈം, അതിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്.
In case of a manufacturing company, the operating cycle is the length of time necessary to complete the following cycle of events. അപ്പോൾ ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ എന്തൊക്കെ ഈവൻസ് ആണ് വരുന്നത് അതിന്റെ ഡയഗ്രാം നെക്സ്റ്റ് പേജിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കൺവേർഷൻ ഓഫ് ക്യാഷ് ഇൻ ടു റോ മെറ്റീരിയൽസ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാഷ് വെച്ച് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഇൻ ടു വർക്ക് ഇൻ പ്രോഗ്രസ്, അതിന് നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് ആക്കി മാറ്റുന്നുണ്ട്. ദെൻ ആ വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്നുണ്ട്. ദെൻ കൺവേർഷൻ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻ ടു അക്കൗണ്ട്സ് റിസീവബിൾ, അതായത് സെയിൽ നടക്കുമ്പോൾ എന്തായി മാറും, അത് അക്കൗണ്ട്സ് റിസീവബിൾ ആയി മാറും. ദെൻ കൺവേർഷൻ ഓഫ് അക്കൗണ്ട്സ് റിസീവബിൾ ഇൻ ടു ക്യാഷ്. ദെൻ നമ്മൾ ഡെറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് റിയലൈസ് ചെയ്യുന്ന സിറ്റുവേഷൻ. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു പ്രോസസ്സ് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ക്യാഷ് വെച്ച് നമ്മൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ദെൻ റോ മെറ്റീരിയൽസിനെ നമ്മൾ മാനുഫാക്ചർ ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ കടത്തിവിട്ട് അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആവുന്നുണ്ട്. ദെൻ ആ ഫിനിഷ്ഡ് ഗുഡ്സിനെ നമ്മൾ സെയിൽസ് വഴി റിസീവബിൾസ്, അത് ഡെറ്റേഴ്സ് ഓർ ബിൽസ് റിസീവബിൾ ആവാം. ദെൻ ആ ഡെറ്റേഴ്സ് അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾസ് റിയലൈസ് ചെയ്യുമ്പോഴാണ് അത് വീണ്ടും എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ ക്യാഷ് ഔട്ട്ഫ്ലോ നമ്മൾ ആ റോ മെറ്റീരിയൽസിന്റെ പർച്ചേസ് മുതൽ വീണ്ടും നമ്മൾ അതിനെ അക്കൗണ്ട്സ് റിസീവബിൾസ് കളക്ട് ചെയ്ത് ക്യാഷ് ആക്കുന്നത് വരെയുള്ള ആ ഒരു ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. The cycle is repeated again and again during a year. അതായത് ഒരു വർഷം തന്നെ പല പ്രാവശ്യം ഈ ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിൾ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. The length of cycle depends upon certain factors like nature of business, manufacturing time, efficiency of management, turnover, etc. നെക്സ്റ്റ് പറയുന്നത് ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്. അതായത് ഓരോ ഫേമിന്റെയും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്, അതാണ് ഇനി പറയാനുള്ളത്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ നേച്ചർ ഓഫ് ബിസിനസ്. നേച്ചർ ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മാനുഫാക്ചറിങ് കൺസേൺസും ട്രേഡിംഗ് കൺസേൺസും ഉണ്ട്. അതിൽ മാനുഫാക്ചറിങ് കൺസേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റോ മെറ്റീരിയൽസിനെ പ്രോസസ്സ് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി സെയിൽ ചെയ്യുന്നവരാണ്. ട്രേഡിംഗ് കൺസേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജസ്റ്റ് ഒരു മിഡിൽമെന്നായി നിന്ന് പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അത് കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ the manufacturing or trading concerns require more amount of working capital because they have to invest heavily in inventories and debtors. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് പ്രൊഡക്ഷൻ സൈക്കിൾ ആണ്. മറ്റൊരു പോയിന്റ് അല്ലെങ്കിൽ മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ സൈക്കിൾ എത്രമാത്രം ടൈം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് അതിനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ എടുക്കുന്ന ടൈം ഗ്യാപ്പ്. നെക്സ്റ്റ് വൺ സൈസ് ഓഫ് ദ ബിസിനസ് ആണ്. ജനറലി ലാർജ് ബിസിനസ് കൺസേൺസ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ഹ്യൂജ് ഇൻവെന്ററീസ്. അതായത് സൈസ് കൂടുന്നതിനനുസരിച്ച് എന്ത് വേണ്ടി വരും, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റും കൂടുതലായിരിക്കും. ദെൻ ടേൺ ഓവർ എന്ന് പറയുന്നത് ദ സ്പീഡ് വിത്ത് വിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റിക്വയർഡ് ബൈ ദ സെയിൽ ഓഫ് ഗുഡ്സ്. അതായത് ടേൺ ഓവർ ഹയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെസ് വർക്കിംഗ് ക്യാപിറ്റൽ മതിയാവും. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫണ്ടൊക്കെ കളക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സെയിൽസ് ഒക്കെ ക്യാഷ് ആക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് ആ കേസിലും കുറവ് വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്താൽ മതിയാവും. പക്ഷേ ടേൺ ഓവറിന് ടൈം കൂടുതൽ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ടേംസ് ഓഫ് ട്രേഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്യാഷ് സെയിൽസും ഉണ്ട്, അതുപോലെ തന്നെ അല്ലെങ്കിൽ ക്യാഷ് പർച്ചേസും ഉണ്ട്, ക്രെഡിറ്റ് പർച്ചേസസും ഉണ്ട്. അപ്പോൾ ഫേമിന് എപ്പോഴും ഫേവറബിൾ എന്ന് പറയുന്നത് പർച്ചേസസ് ഒക്കെ ക്രെഡിറ്റ് ആക്കുക, സെയിൽസ് ഒക്കെ ക്യാഷ് സെയിൽസ് ആക്കുക ചെയ്യാന്നുള്ളതാണ്. If a concern buy everything on cash and sells on credit, it will need a large amount of working capital. നേരെ മറിച്ച് നമ്മൾ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യുകയും അത് ക്യാഷിന് സെയിൽ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫേവറബിൾ ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ബിസിനസ് സൈക്കിൾ ഫ്ലക്ച്വേഷൻസ്. അതായത് നമുക്കറിയാം ബിസിനസ് സൈക്കിള് ബൂം, ഡിപ്രഷൻ, റിസഷൻ, റിക്കവറി അങ്ങനെ പറയുന്ന പല ഫേസസും ഉണ്ട്. ഇതിൽ ഓരോ ഫേസസിനനുസരിച്ച് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ബൂം പീരീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ പ്രൊഡക്ഷനും സെയിൽസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് അപ്പോഴത്തെ ഒരു ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരും. അതേസമയം ഡിപ്രഷൻ ആണെന്നുണ്ടെങ്കിൽ ബിസിനസ് എല്ലായിടത്തും ഡള്ളായിരിക്കും, സെയിൽസ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് കുറവായിരിക്കും.
The nature and value of product. If the cost of raw material is larger proportion of the total cost of finished product, working capital requirement will be large. അതായത് നമ്മുടെ റോ മെറ്റീരിയൽസ് കോസ്റ്റ്ലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരും, അതനുസരിച്ച് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരും. ദെൻ സീസണൽ ഫ്ലക്ച്വേഷൻസ് ആണ്. ചില ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസണൽ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നവരായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ സീസൺ ആവുമ്പോൾ അല്ലെങ്കിൽ ആ സീസണിൻ്റെ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ക്യാപിറ്റൽ ആവശ്യമുണ്ടാവും. ദെൻ യൂസ് ഓഫ് മാനുവൽ ലേബർ ഓർ മെഷീൻസ്. അതായത് ലേബർ ഇൻറ്റൻസീവ് ആണെന്നുണ്ടെങ്കിൽ, ലേബർ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ എംപ്ലോയീസും മെഷീനറീസ് കുറവും, അവർക്ക് എന്ത് വേണ്ടി വരും, കൂടുതൽ ക്യാപിറ്റൽ വേണ്ടി വരും. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണെന്നുണ്ടെങ്കിൽ മെഷീനറീസ് ആണ് കൂടുതൽ, നമ്മളതിനെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള കുറച്ച് എംപ്ലോയീസ് മാത്രമാണ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കമ്പാരിറ്റീവ്ലി കുറവുമായിരിക്കും. ദെൻ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ബിസിനസ്. അതായത് ഗ്രോയിങ് കൺസേൺ ആണെന്നുണ്ടെങ്കിൽ, അതായത് അവരിപ്പോൾ ഒരു എക്സ്പാൻഷൻ സ്റ്റേജിലുള്ള ബിസിനസ് ആണ്, ഇനിയും അവർക്ക് ഒരുപാട് ഫ്യൂച്ചർ ഓപ്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അതൊക്കെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ കൂടുതൽ ബെനിഫിറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും. ദെൻ കമ്പനി പോളിസീസ്. അതായത് ഓരോ കമ്പനിയുടെയും പോളിസീസ് ഡിഫറെൻ്റ് ആയിരിക്കും. Working capital requirements are also influenced by company policies such as those relating to depreciation, dividend, etc. നെക്സ്റ്റ് പറയുന്നത് ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്, കോർ കറന്റ് അസറ്റ്. അതായത് ഈ പറയുന്ന ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തത് ടാൻഡൻ കമ്മിറ്റി റിപ്പോർട്ടിൽ 1974 It represents the minimum amount of investment in raw material, work in progress and finished goods, stores and spares, account receivable and cash balance, which an industrial enterprise is required to carry on certain level of activity. അതായത് ഒരു ഓർഗനൈസേഷൻ മിനിമം കീപ്പ് ചെയ്യേണ്ട, അതായത് റോ മെറ്റീരിയൽസ് ആയിട്ടും സ്റ്റോക്ക് ആയിട്ടും അക്കൗണ്ട്സ് റിസീവബിൾ ആയിട്ടും ക്യാഷ് ആയിട്ടൊക്കെ കീപ്പ് ചെയ്യേണ്ട ആ മിനിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റലിനെയാണ് ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. Okay, it is the minimum amount of current assets that must be kept all the times. അതായത് നമ്മൾ സ്റ്റോക്ക് ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് റീഓർഡർ ലെവൽ, ഡേഞ്ചർ ലെവൽ എന്നൊക്കെ പറയുന്ന പോയിന്റുകൾ. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസ് പെട്ടെന്ന് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും അത് നമ്മളെ അഡ്വേഴ്സ് ആയിട്ട് എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ബിസിനസ് കൊണ്ടുപോകുന്നതിന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആ ഒരു എമൗണ്ട് ഓഫ് ക്യാപിറ്റലിനെയാണ് നമ്മൾ ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. The minimum current assets that must be kept at all time is called the core current asset. അതായത് എല്ലാ സമയത്തും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആ കറണ്ട് അസറ്റിനെ പറയുന്ന പേരാണ് കോർ കറണ്ട് അസറ്റ്. In short, current asset in which funds are permanently blocked up are known as core current asset. അതായത് മിനിമം കറണ്ട് അസറ്റ് ടു ബി കെപ്റ്റ് ഓൾ ടൈംസ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഓർഗനൈസേഷനിൽ ഫിക്സഡ് ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. അപ്പം അതിന് നമ്മൾ പറയുന്ന പേരാണ് കോർ കറണ്ട് അസറ്റ്.